വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ അവതരിപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും മനോഹരമായി വിവരിക്കുന്ന ഉപമ. ആഡംബര വസ്ത്രം ധരിച്ചും സുഭിക്ഷമായ ഭക്ഷണം ഭുജിച്ചും സുഖലോലുപമായ ജീവിതം നയിച്ച ധനവാൻ, ദാരിദ്ര്യത്തിൻ്റെ ദയനീയതയിൽ കഴിഞ്ഞ ലാസർ. ധനവാന്റെ വീട്ടിൽ ഒരു പടിവാതിലുണ്ടായിരുന്നു. സങ്കുചിതത്വത്തിൻ്റെ, സ്വാർത്ഥതയുടെ, സ്വകാര്യതയുടെ, സുരക്ഷിതത്വത്തിൻ്റെ പടിവാതിൽ. അപരനുമായുള്ള ബന്ധത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തിയിരുന്ന പടിവാതിൽ. ഈ പടിവാതിലാണ് മരണാനന്തരം അവനെ അഗാധ ഗർത്തത്തിൽ എത്തിച്ചത്. അപരനിലേക്കുള്ള ദൂരം കുറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നാം അടുക്കുകയാണ്. മക്കളെ ആശ്രയിച്ച് കഴിയുന്ന മാതാപിതാക്കൾ, പരിഗണന കിട്ടാതെ ഭവനത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം കഴിയാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യർ ലാസറിൻ്റെ പ്രതിരൂപങ്ങളാണ്. ഈ വേദഭാഗത്തിലെ മറ്റൊരു സന്ദേശം ചെയ്ത തിന്മകളോടൊപ്പം ചെയ്യാതെ പോയ നന്മകളെയും ദൈവം കണക്കിടും എന്നതാണ്. അടുത്തതായി, നരകത്തിൽ കിടക്കുമ്പോഴും തൻ്റെയും തൻ്റെ സഹോദരങ്ങളുടെയും ഭാവി മാത്രം കാക്ഷിക്കുന്ന ധനവാനെ കാണാം. തനിക്ക് വെള്ളം തരുവാനും സഹോദരങ്ങളെ സ്വർഗത്തിൽ ആനയിക്കുവാനും ലാസറിനെ ഒരു സേവകനാക്കുവാൻ അബ്രഹാമിനോട് ആവശ്യപ്പെടുന്ന ധനവാൻ. നമ്മുടെ സഹായം ആവശ്യമായവരിലേക്ക് അലിവിൻ്റെ വിരൽത്തുമ്പുകൾ നീട്ടുവാൻ നമുക്കാകട്ടെ.